പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സർക്കാരിൽ സമർപ്പിച്ച വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഡിമാൻഡ് സർക്കാർ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഡിമാൻഡിൽ ഒരു തീരുമാനമാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വലിയ ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹവും തുടർന്നും പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവാത്ത പക്ഷം സംസ്ഥാന നേതാക്കന്മാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്കാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 2 വാഹന പ്രചരണ ജാഥകൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മുണ്ടൂർ രാമകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന വാഹന പ്രചരണ ജാഥ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ജാഥ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ജാഥ ക്യാപ്റ്റൻ ശ്രീ മുണ്ടൂർ രാമകൃഷ്ണനെ ആദ്യമായിട്ട് ഈ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ എം ഗോപാലകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതിക്കുകയാണ്. മാനേജർ അജയകുമാർ ക്യാപ്റ്റൻ്റെ കൂടെ വരും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതിക്കുകയാണ്. അതുപോലെ തന്നെ ജാഥ അംഗങ്ങളായിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ, സംസ്ഥാന സെക്രട്ടറി നമ്മുടെ നാട്ടുകാരൻ കൂടെയുള്ള അഹമ്മദ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഭാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല, സംസ്ഥാന സെക്രട്ടറി മുകുന്ദൻ തുടങ്ങി നിരവധി ആളുകൾ ഈ ജാഥയിലൊപ്പമുണ്ട്. അവരൊക്കെ തന്നെ ഈ ഡിമാൻഡും അതുപോലെ തന്നെ സഹകരണ പെൻഷൻകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട് ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജാഥയിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി ജാഥയുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അതിന്റെ നേതാക്കന്മാരെ സൂചിപ്പിക്കും. പക്ഷേ നമ്മുടെ ഗവൺമെന്റുകൾ, അത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ആരാവട്ടെ, അവര് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മേഖലയെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. നാടിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നിദാനം കുറിച്ചതാണ് സഹകരണ മേഖല. പക്ഷെ ആ സഹകരണ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതം വിന്യസിപ്പിക്കപ്പെട്ട, ഹോമിക്കപ്പെട്ട ആളുകൾ അവരുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്നിടത്ത് ഗവൺമെന്റുകളും പൊതുസമൂഹവും പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നിങ്ങളുടെ മുദ്രാവാക്യത്തെ ഗൗരവമായി കാണേണ്ടി വരും. നമുക്കറിയാം, ഐക്യനാണയ സംഘങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയുടെ, സ്ഥാപനങ്ങളുടെ, അതല്ലെങ്കിൽ പൊതുവായ മനുഷ്യരുടെ ജീവിതക്രമത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹകരണ മേഖല എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പരസ്പരം സഹായ സംഘങ്ങളായി, ഐക്യനാണയ സംഘങ്ങളായി, പ്രാദേശിക വികസന കാര്യങ്ങളിൽ പങ്കാളിത്തമുള്ള ഒരു കേന്ദ്രമായി ആരംഭം കുറിക്കപ്പെടുകയും പിൽക്കാലത്ത് അത് പ്രാദേശിക വികസനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സർവ്വ മേഖലയിലെ വികസനങ്ങൾക്കും സാമ്പത്തിക സ്വരൂപണം കണ്ടെത്താൻ കഴിയുകയും ആ സാമ്പത്തിക സ്വരൂപത്തിന്റെ ഒരു പങ്ക് എത്തിച്ചു കൊടുത്ത് നമ്മുടെ നാടിനെ ക്രെഡിബിലിറ്റിയോടുകൂടി സാമ്പത്തിക രംഗത്ത് അസ്തിത്വവൽക്കരിച്ച ഒരു സംവിധാനമാണ് സഹകരണ മേഖല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാലഘട്ടത്തിന്റെ സമ്മർദ്ദത്തിൽ ചില പ്രതിസന്ധികൾ നമ്മളൊക്കെ നേരിടുന്നുണ്ട്. ഞാനും ഒരു ചെറിയ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത്, പലപ്പോഴും നമുക്ക് വേണ്ടത്ര നമ്മളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിച്ച് പരിഹാരം നിർവഹിക്കുന്ന രംഗത്ത് ഗവൺമെന്റുകൾ പരാജയപ്പെട്ടിരിക്കുക. ആ പരാജയം നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് ആധാരമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം, മെഡിസെപ്പ് പോലെയുള്ള സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്തണം, അതുപോലെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആശ്വാസ പദ്ധതികൾ അത് ലഭ്യമാക്കണം. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ തൊഴിലാളികളുടെ, അതാരാണെങ്കിലും പണിയെടുക്കുന്നവർ, തൊഴിലാളി എന്ന് ഗണത്തിൽപ്പെടുന്നത് പണിയെടുക്കുന്നവരാണ്. നാടിനു വേണ്ടി പണിയെടുക്കുന്നവരെല്ലാവരും തൊഴിലാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയേ മതിയാകും. അത് പണിയെടുക്കുന്ന ഏതൊരു തൊഴിലാളിക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന സ്ഥാപനത്തിൻ്റെതാണെങ്കിലും നാടിൻ്റെതാണെങ്കിലും നിലനിൽക്കും. അപ്പൊ അനിവാര്യമാണ്. പെൻഷൻ പറ്റിയവരുടെ സംതൃപ്തി അനിവാര്യമാണ്.
പെൻഷൻ ബോർഡ് അംഗം കൂടിയാണ് അദ്ദേഹം. എത്തിയിട്ടുണ്ട്. അത്ര പ്രസക്തമായ പരിപാടികളാണ്. ഇതിൻ്റെ ജാഥ ക്യാപ്റ്റനും മറ്റ് സഹ പ്രവർത്തകരും ഈ വേദിയിൽ സന്നിഹിതരാണ്. അടുത്തതായി നമ്മുടെ സംഘടനയുടെ വൈസ് ക്യാപ്റ്റൻ ശ്രീ ഗോപാലകൃഷ്ണൻ അവരുടെ ക്ഷണിക്കുന്നു. പകരം അധ്യക്ഷ സ്ഥാനമേറ്റെടുത്ത ശിവദാസൻ, ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് മോഹനൻ, സംസ്ഥാന സെക്രട്ടറി പൂന്തേട്ടൻ, നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും നിങ്ങളുടെ നാട്ടുകാരനുമായിട്ടുള്ള ആമതുകുട്ടിക്ക, ജില്ലയിലെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷാമാശ്വാസം 2021 നിർത്തം ചെയ്തു. ആ ക്ഷാമാശ്വാസം പുനഃസ്ഥാപിക്കണം. ഏറ്റവും ചുരുങ്ങത് 10% ക്ഷാമാശ്വാസം അനുവദിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പെൻഷൻ പരിഷ്കരണം നടന്നിട്ട് ഏതാണ്ട് 5 വർഷം തയ്യാറായി. 5 വർഷം തികയുന്ന മുറയ്ക്ക് ഇന്ന് നിലവിലുള്ള ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഒരു 15% ഇടക്കാലാശ്വാസമായി അനുവദിക്കപ്പെടണം എന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ്. മൂന്നാമത് പറയുന്നത്, ഈ പെൻഷൻകാരായ സംഘടനയിൽ നിൽക്കുന്ന ആളുകളെ, പെൻഷൻകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അസുഖമുള്ളവരാണ്. കേവലം 600 രൂപയാണ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ റിലീഫായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മെഡിസിപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് സംവിധാനം ഈ മേഖലയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പെൻഷൻ വർദ്ധിപ്പിക്കുക എന്ന ഡിമാൻഡ് ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ അലവൻസ് നിലവിളിയിൽ കൂടി വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് സംഘങ്ങളുടെ വിഹിതം മാറ്റിവെക്കപ്പെടണം എന്നൊരു പ്രധാന ഡിമാൻഡ് നമ്മൾ ഉന്നയിക്കുന്നു. ഏറ്റവും അവസാനമായി നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്, പെൻഷൻ സംഘടന, പെൻഷൻ ബോർഡ് എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. ആ രൂപീകരിക്കപ്പെട്ട പെൻഷൻ ബോർഡിനകത്ത് പെൻഷൻ സംഘടനയുടെ അല്ലെങ്കിൽ പെൻഷൻകാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. നീണ്ട വർഷക്കാലത്തെ വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുകുമാരൻ ഇതിൻ്റെ ബോർഡിലേക്ക് അംഗമായി വരുന്നത്. നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യമായി മുന്നോട്ട് വെക്കുന്നത്. ഈ മേഖലയെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷനായിരുന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം അതല്ലെങ്കിൽ എന്ന് പ്രഖ്യാപിക്കുകയും തീരുമാനമുണ്ടാവുകയും ചെയ്തു. അതിനുവേണ്ടി നിരന്തരമായ പ്രക്ഷോഭം നടത്താൻ സഹകരണ മന്ത്രിയായിരുന്ന ധനകാര്യ വകുപ്പ് സമ്പ്രദായം അങ്ങനെ നടപ്പിലാക്കുമെന്നപ്പോഴാണ് എങ്ങനെയാണ് സഹകരണ മേഖലയിൽ പെൻഷൻ നടപ്പിലാക്കപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തയ്യാറാക്കിയ കരട് രേഖയിൽ 60ഓളം സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ വിവിധ സൊസൈറ്റികൾ ഈ പെൻഷൻ സ്കീമിൽ അംഗങ്ങളാണ്. പിരിഞ്ഞ സംഘടനയുടെ മുഖം നോക്കാതെ ഒറ്റക്കെട്ടായി KCSP എന്ന സംഘടന രൂപം കൊണ്ടത് 97-ലാണെങ്കിൽ അന്ന് മുതൽ ഉറച്ചു നിന്ന അടിയുറച്ചുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് മുറുകെ പുനരം തുടരുമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന്റെ തുടക്കമായി 29-ന് തുടങ്ങി കാസർഗോഡ് തുടങ്ങി 4-ാം തീയതി തൃശ്ശൂർ ജാഥ അവസാനിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആദരണീയായ പ്രസിഡന്റ് കോട്ടയത്ത് നിന്ന് തുടങ്ങിയ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. ആ സമാപിക്കുന്നതിന് ശേഷം 9-ാം തീയതിക്കടയിലുള്ള ദിവസങ്ങളിൽ ബഹുമാന്യനായ മന്ത്രി വാസൻ സാർ നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഹകരണ ബോർഡ് നമ്മളെ, പെൻഷൻ ബോർഡ് നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിക്കാനുള്ള മനോഭാവമില്ലെങ്കിൽ 9-ാം തീയതി മുതൽ വനിത റിലേ നിരാഹാര സത്യാഗ്രഹം 7 ദിവസം നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ റിലേ നിരാഹാര സമരം നടത്തുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് 7 ദിവസമായി തിരിച്ചുകൊണ്ട് കോട്ട നിശ്ചയിച്ച് നമ്മൾ തന്നിട്ടുണ്ട്. ആ കോട്ടയ്ക്കനുസരിച്ചുള്ള പ്രധാനപ്പെട്ട 100 പേരാണ് മലപ്പുറം ജില്ലയിൽ പങ്കെടുക്കേണ്ടത്. ആ 100 പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങളിലും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഉത്തരവാദിത്വ ബോധം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവിടെയും നിൽക്കുന്നില്ലെങ്കിൽ ഈ പ്രായാധിക്യം ചെന്നാൽ ആളുകൾക്ക്
ഈ പ്രായത്തിൽ പോലും ഒരു നിരാഹാര സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ നിരാഹാര സമരത്തിൽ കൂടെ തന്നെയാണ്. ആ നിരാഹാര സമരം എന്ന ആയുധം നമ്മൾ ഇവിടെ 23-ാം തീയതി മുതൽ പ്രയോഗിക്കപ്പെടുകയാണ്. പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സമരം ചെയ്തു. 87-ൽ ഞങ്ങൾ TK രാമകൃഷ്ണനെ കണ്ടു. ഈ പദ്ധതിക്ക് ഒരു രൂപരേഖ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, സർ ഒരു കത്ത് അങ്ങോട്ട് അയച്ചു നോക്കൻ എന്ന് പറഞ്ഞ് ഒരു രേഖ ഇറക്കി. വരുന്നു നമ്മുടെ സഹകാരികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഒബ്ജെക്ഷൻസ്. പെൻഷനോ എന്ന് വെച്ചു. പണ്ട് പറഞ്ഞ പോലെ തന്നെ 74-ൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പെൻഷനോ എന്ന് പറഞ്ഞു. കാരണം 1650 സംഘങ്ങൾ ക്രെഡിറ്റ് മേഖലയിൽ തന്നെ ഉള്ളതിൽ ഇൻറ്റു 9 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 13 അത്രയും കമ്മിറ്റിക്കാർ പറയാണ് അത് പെൻഷൻ ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. എവിടെ നിന്ന് എടുത്തു കൊടുക്കും പെൻഷൻ? അവർ ധരിച്ചത് എന്തറിയോ, സംഘത്തിൻ്റെ ഫണ്ട് പോകുന്ന. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മൾ പിരിയുമ്പോൾ വാങ്ങുന്ന പൈസ കുറച്ച് കെട്ടിയിട്ട് ഒരു കൺസോൾഡ് ഒരു കോമൺ പൂളുണ്ടാക്കി ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് പെൻഷൻ വാങ്ങാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് 92 മുതൽ ഇങ്ങനെ പോയി, നടന്നില്ല. ആ ഗവൺമെൻറ് പോയി. ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രിയും MV രാഘവൻ മന്ത്രിയായിട്ട് വന്നു. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എന്താ ചോദിച്ചാൽ, ഇത് പറയുന്നത് ശരിയാണ്. ഒരു വിഭാഗത്തിന് പെൻഷൻ എന്നുള്ളത്, അന്ന് തന്നെ ഒരു പെൻഷനെ പറ്റി ഒരു സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായിട്ടുണ്ട്. 1982 സുപ്രീം കോടതിയിലെ നഗാര കേസിൽ പെൻഷൻ അവകാശമാണ്, ഔദാര്യമല്ല. ഇതെല്ലാം നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ശരിയാണ്, നടണം. പക്ഷേ സഹകരണ മന്ത്രിക്ക് ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എതിർത്തു. MV രാഘവൻ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് സമയം കൂടി എടുത്തപ്പോൾ ഞങ്ങൾ വീണ്ടും കാണുമായിരുന്നു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി പറയും, ഞാൻ സംസാരിക്കാം. ഇവിടെ വന്ന 84-ൽ വന്ന ഗവൺമെൻറ്റിൽ CN ബാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹമാണ് വീണ്ടും ഇതൊന്ന് പഠിച്ച് ശരിപ്പെടുത്തി. പക്ഷേ അതിനുശേഷം യാതൊരു വർധനവും ഇതുവരെ ഉണ്ടായില്ല. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് പെൻഷൻകാർക്ക് കിട്ടിയ വർധന എത്ര അറിയോ? 100 രൂപ മെഡിക്കൽ അലവൻസും ഈ ഇടയ്ക്ക് 2% ഒരു വർധനവും 350 രൂപ. 5 വർഷം. സഹകരണ ജീവനക്കാർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 22% വരെ DA കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 22% കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയത് 2% പെൻഷൻകാർക്ക്. ഇപ്പോൾ പെൻഷൻകാരനാർക്കും വേണ്ട. കാരണം തൊപ്പിയില്ലാത്ത പോലീസായല്ലോ. പോലീസ് തൊപ്പിയുണ്ടെങ്കിലേ വിലയുള്ളൂ. തൊപ്പിയില്ലായിരുന്ന വില വയ്ക്കില്ല. ഇപ്പം ഞങ്ങൾ പോയി പറഞ്ഞാലൊന്നും മന്ത്രിക്കൊരു യാതൊരു വിലയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ജീവനക്കാരുടെയും നമ്മുടെയും കൂടിയിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വേണം നമുക്കിനി സർക്കാരിനെ കാണാൻ. കാരണം ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ആനുകൂല്യമാണ് ഇപ്പോൾ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ പെൻഷന് കൂടുതലാക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഗുണം. ഇനി വരാൻ പോകുന്നവർക്ക്. ഇപ്പം ഞങ്ങൾക്കൊന്നും ഇനിയിപ്പോൾ ഇതിനൊന്നും അത്ര കാര്യമായ വർധനമുണ്ടായിട്ട് അനുഭവിക്കാനുള്ള കാലമൊന്നുമില്ല പെൻഷൻകാർക്ക്. എന്താ ചോദിച്ചാൽ, ഞങ്ങളുടെ ഒരു സുഹൃത്ത് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് 30/9 കൂടിയ ഞങ്ങൾ വലിയൊരു സമരം നടത്തി. ഒരു അസംബ്ലി മാർച്ച് DAക്ക് വേണ്ടിയിട്ട്. ആ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഘോരഘോരം പ്രസംഗിച്ച അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വരുന്നത് അദ്ദേഹം മരിച്ചു. അതിലുപരി വേറൊരു സുഹൃത്ത്, ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CL റാഫേൽ, രാത്രി 9 മണിക്ക് യോഗം കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് വീടെത്തിയിട്ട് അദ്ദേഹത്തിന് ഈ വീട്ടിൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കടകളിലും കയറിയൊരു വർത്തമാനമുണ്ട്. അതും കഴിഞ്ഞ് വീടെത്തി കിടന്ന ആൾ പിറ്റേ ദിവസം അവർ മരിച്ചു. ഗുണം കിട്ടണം. ഫണ്ടില്ലാത്തത് കൊണ്ടല്ല, അത് കാര്യമായി പഠിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തതാണ് പ്രശ്നം. മന്ത്രിക്ക് അതിന് സമയമില്ല. നേരത്തെ സഹകരണ മന്ത്രിക്ക് ആ വകുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ സ്ഥിതി എന്താ അറിയോ? മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന എല്ലാ മന്ത്രിമാരുടെയും വകുപ്പ് അദ്ദേഹത്തിനാണ്. തുറമുഖം, അതിന് പുറമെ ഇപ്പോൾ ദേവസ്വം. ഈ സംഘടന 10-20,000 മെമ്പർഷിപ്പ് ഉൾക്കൊള്ളുന്നതാണ്. 20,000 എന്ന് വെച്ചാൽ 20,000 കുടുംബമാണ്.
20,000 കുടുംബം എന്ന് വെച്ചാൽ 20,000 × 5 ഏകദേശം 1 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യാനുള്ളതാണ്. ഇത് മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കും. പല മണ്ഡലങ്ങളും ജയിച്ചിരിക്കുന്നത് 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കളിക്കണ്ട. ഞങ്ങൾ പെൻഷൻകാരാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഒരു അമ്പുണ്ട്, അത് ചെയ്യാൻ വയ്ക്കണ്ട. അത് പറഞ്ഞാൽ അദ്ദേഹം വിളിക്കും, സംസാരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇത് ന്യായമായ ആവശ്യമാണ്. ഉണ്ടായിരുന്ന DA എടുത്തു കളഞ്ഞതാണ്, നിർത്തിക്കളഞ്ഞതാണ്. അതുകൊണ്ട് ആ DA അനുവദിച്ച് കിട്ടുന്നത് വരെ നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇനി ഒരു പോയിന്റിൽ കൂടി ഈ ജാഥയ്ക്ക് സ്വീകരണമുണ്ട് പെരിന്തൽമണ്ണ. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് പട്ടാമ്പിയിലാണ് ഈ ജാഥയുടെ അവസാനം ഉള്ളത്. അപ്പോഴേക്കും രാത്രി ഒത്തിരി ഇരുട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് പോകാൻ സമയമില്ല. മറ്റൊരു സമയത്ത് നമുക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇത് സഹകരണത്തെക്കുറിച്ച് നിങ്ങളുടെ അടുത്തും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പ്രസ്ഥാനമെന്ന് പറയുന്നതാണ് കേരളത്തിലെ ഗ്രാമീണ ജനതയെ ബാങ്കിങ് പഠിപ്പിച്ചത്. ഓർക്കുന്നുണ്ടോ? കേരളത്തിലെ സാധാരണ ജനതയെ തമ്പിം പ്രശ്നം വയ്ക്കുന്ന അമ്മമാരെയും പെങ്ങന്മാരെയും ബാങ്കിങ് പഠിപ്പിച്ചത് നമ്മുടെ മേഖലയാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. മറ്റൊരവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടി കൂടുതൽ സംസാരിക്കാമെന്ന് വാക്ക് നേർന്നു.